പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാഹുലിന്റെ അപ്രതീക്ഷിതമായ കടന്നുവരവിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അഭിഷേക്. ഇതേ തുടർന്ന് ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാതെ അഭിഷേക് ആകെ പകച്ചു പോകുന്നു. മാത്രവുമല്ല, ഈഷയെ സ്വന്തമാക്കാനാണ് അവന്റെ തിരിച്ചുവരവ് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് അഭിഷേക്. ഇതേ സമയം രാഹുൽ ആകട്ടെ ഈഷയെ തന്റെ ജീവിതത്തിലേക്ക് താൻ കൊണ്ടുവരും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ തോറ്റുകൊടുത്തുകൊണ്ട് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തീരുമാനമാണ് അയാൾ എടുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇഷയുമായി സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കി ഇഷയുടെ സുഹൃത്തായി മുന്നിലേക്ക് പോവുകയാണ്. മാത്രവുമല്ല, അവസരങ്ങൾ മുതലെടുക്കണം എന്നുള്ള തീരുമാനവും ഇതേ തുടർന്ന് രാഹുൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ദേവബാലയെ ഒഴിവാക്കിയില്ല എങ്കിൽ സത്യങ്ങൾ ഒരു ദിവസം ഇഷ അറിയാൻ ഇടയാകും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന അഭിഷേക് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ്. സത്യങ്ങൾ പുറത്തു വരരുത്, അതുകൊണ്ട് തന്നെ ഗായത്രിയെ ചെന്ന് കണ്ട് തൻ്റെ ജീവിതത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ദേവബാലയെ ഒഴിവാക്കണമെന്ന് അറിയിച്ചിരിക്കുകയാണ്. അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്ത താലിയെ പോലും ഞാൻ മാനിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. ഇതേ തുടർന്ന് അഭിഷേക് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ച് പോവുകയാണ് ഗായത്രി. മാത്രവുമല്ല, ഇതേ തുടർന്ന് അമ്മ ദേവബാലയുടെ സൈഡ് എന്നോട് പറയാൻ നിൽക്കണ്ട എന്നും ഇത് എൻ്റെ ജീവിതമാണ്, ആ ജീവിതം എനിക്ക് ജീവിച്ചു തീർക്കുക തന്നെ വേണം, അതിനായി ഞാൻ ഇഷ്ടപ്പെട്ട മാർഗമാണ് ഞാൻ സെലക്ട് ചെയ്യുക, അമ്മ ഇപ്പോൾ പറയുന്ന കാര്യം ആലോചിച്ച് നോക്കിക്കേ എന്ന് പറയുകയും ഇഷയെയാണ് ഞാൻ പ്രണയിക്കുന്നത്, ആ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട്, ഇപ്പോൾ ദേവബാലയെ വിവാഹം കഴിക്കണം എന്ന് നിങ്ങളെല്ലാവരും പറയുമ്പോൾ എന്ത് ന്യായമാണ് നിങ്ങളതിൽ കാണുന്നത് എന്ന് അഭിഷേക് ചോദിക്കുകയും ചെയ്യുന്നു. അഭിഷേകിന്റെ ചോദ്യങ്ങൾക്ക് ഇതോടെ മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ഗായത്രിക്ക്. മാത്രവുമല്ല, അഭിഷേകിന്റെ ഭാഗത്തും ന്യായമുണ്ട് എന്നുള്ള സത്യം ശരിയാണ് എന്ന് ഗായത്രിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. പക്ഷേ അവളുടെ അസുഖമാണ് ഇതിനെല്ലാം കാരണമെന്ന് വ്യക്തമാക്കുന്ന ഗായത്രി അതിൻ്റെ ഒരു കൺസിഡറേഷൻ കൊടുക്കണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് അങ്ങനെ കൊടുക്കുകയാണ് എങ്കിൽ തന്നെ എൻ്റെ ജീവിതം എന്താകുമെന്ന് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എനിക്കും എൻ്റെതായ ജീവിതമില്ലേ, അത് ഞാൻ ഇഷ്ടപ്പെട്ട പോലെയല്ലേ ജീവിക്കേണ്ടത് എന്ന് അഭിഷേക് വ്യക്തമാക്കിയതിനെ തുടർന്ന് മറുപടിയില്ലാത്ത അവസ്ഥയിലാണ് ഗായത്രി വന്നു നിൽക്കുന്നത്. ഇതേ സമയം ഒരു അവസരത്തിനായി കാത്തിരിക്കുന്ന രാഹുൽ എങ്ങനെയെങ്കിലും അഭിഷേകിനെ സംശയത്തിൻ്റെ മുനയിലേക്ക് കൊണ്ടുവരണമെന്നും മാത്രവുമല്ല അഭിഷേകിൻ്റെയും അതുപോലെ തന്നെ ഇഷയുടെയും സ്നേഹത്തിൽ വിള്ളൽ വീഴ്ത്തണം എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഭാഗമായി തൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് രാഹുൽ അപ്രതീക്ഷിതമായി ആ സത്യം അറിയാൻ ഇടയാകുന്നത്. അഭിഷേക് താലി കെട്ടിയിരിക്കുകയാണ് ദേവബാലയെ എന്നും ഈ കാര്യം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ഏറ്റവും നല്ലൊരു പിടിവള്ളിയാണ് ഇപ്പോൾ തനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന രാഹുൽ ഈ അവസരം മുതലെടുക്കണമെന്ന് തീരുമാനിക്കുന്നു. എന്നാൽ മാത്രമാണ് എനിക്ക് വിജയമുറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന രാഹുൽ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് കൂടുതൽ മനസ്സിലാക്കുകയാണ്. ഇതോടെ
ഈ അവസരം തനിക്ക് മുതലെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന രാഹുൽ ഉടൻ തന്നെ അഭിഷേകിനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. അഭിഷേകിന്റെ കള്ളക്കളികൾക്ക് അവസാനമായി എന്ന് വ്യക്തമാക്കുന്ന അയാൾ എപ്പോഴും ഇങ്ങനെ വിജയിച്ചുകൊണ്ട് ഇഷയെയും കല്യാണം കഴിച്ച് സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാം എന്നാണോ കരുതിയിരുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാകുന്നു അഭിഷേക്. മാത്രവുമല്ല, ഇതേ തുടർന്ന് നിന്റെ കളികൾ ഞാനിന്ന് അവസാനിപ്പിച്ചു തരാമെന്നും ദേവബാലയുടെ കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്നും പറയുകയാണ് രാഹുൽ. ഇതോടെ അഭിഷേക് ആകെ ഭയന്നു പോകുന്നു. ഇഷ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന രാഹുൽ പാവം ഇഷയെ നീ വഞ്ചിക്കുകയാണല്ലടാ ദുഷ്ട എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ രാഹുൽ സത്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല എന്നും ഈ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് ഇഷയെ അറിയിക്കരുത് എന്നും പറയുന്ന അഭിഷേക് കാല് താൻ പിടിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. താൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാകണമെന്നും ദേവബാലയ്ക്ക് മെന്റലായി പ്രോബ്ലം ഉണ്ട് എന്ന് അറിയിക്കുകയും അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇതെല്ലാം സംഭവിച്ചത് അങ്ങനെയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും വിശ്വസിക്കാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന രാഹുൽ താൻ ഈ കാര്യം ഇഷയെ അറിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇതോടെ തൻ്റെ സ്വപ്നങ്ങളെല്ലാം എന്നേക്കുമായി തകർന്ന് താഴെ വീഴുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് അഭിഷേക്. ഇതോടെ സോഹനെ വിളിച്ച് എല്ലാം ഇന്നത്തോടെ തകർന്നു കഴിഞ്ഞു എന്ന് അറിയിക്കുകയും ഇതേ തുടർന്ന് പൊട്ടിക്കരയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ എങ്ങനെയെങ്കിലും രാഹുലിനെ തടയണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് സോഹൻ മുന്നിലേക്ക് കടന്ന് വരികയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.